സമാധാനത്തോടെയുള്ളൊരു ഉറക്കം മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും നിശബ്ദവും ആഴവുമുള്ള അനുഗ്രഹങ്ങളിലൊന്ന്. എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതം വീക്ഷിച്ചാൽ ശരീരം കിടക്കയിൽ വിശ്രമിച്ചാലും മനസ്സൊരിക്കലും നിശ്ചലമാകുന്നില്ല. ആശങ്കകൾ, ഭയം, പലവിധ ഭാരങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ നിർത്താതെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ബൈബിളിൽ സങ്കീർത്തനം 4:8 ഇങ്ങനെ പറയുന്നു: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇതൊരു വാചകമല്ല, ഒരനുഭവമാണ്. സമാധാനമുള്ള ഉറക്കം കിട്ടുന്നത് സാഹചര്യങ്ങൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഹൃദയം ദൈവത്തിൽ വിശ്രമിക്കുന്നതിനാലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ പുറമേയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ ഓടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഉള്ളിലെ അസമാധാനത്തെ നേരിടാൻ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് വാസ്തവം. നമുക്ക് വേണ്ടത് കൂടുതൽ സൗകര്യങ്ങളെക്കാൾ ഉപരി കൂടുതൽ സമാധാനമാണ്. ആ സമാധാനം ലോകത്തിനോ ലോകത്തിലുള്ള ഒന്നിനുമോ നൽകാൻ കഴിയുന്നതല്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൻ്റെ പിറകെ പോയി നേടാൻ പറ്റുന്നതൊക്കെ നേടിയിട്ടും സമാധാനം നഷ്ടപ്പെട്ട് ജീവിതം ഒരു മുപ്പിരിച്ചരടിലോ വെടിയുണ്ടയിലോ ജലസ്രോതസ്സിലോ ഒക്കെ അവസാനിപ്പിച്ച എത്ര സമ്പന്നരാണെന്നേ നമ്മുടെ മുൻപിലുള്ളത്. നമ്മുടെ ജീവിതം എത്ര തിരക്കുള്ളതായാലും ഒരു സത്യം നാം മറക്കരുത്: സർവ്വലോക സൃഷ്ടിതാവിൻ്റെ സാന്നിധ്യത്തിൽ, ആ സാമീപ്യത്തിൽ വിശ്രമിക്കുന്ന ഒരു മനസ്സിന് പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിലനിൽക്കാൻ കഴിയുന്നൊരു സമാധാനമുണ്ടാകും. ദൈവത്തോടൊപ്പം ചില നിമിഷങ്ങൾ ചെലവഴിക്കുന്നേ, നിന്റെ ഭാരങ്ങൾ ആ കൈകളിലൊന്ന് വെക്കുന്നേ, സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് കഴിയും. കാരണം സമാധാനത്തോടെ ഉറങ്ങുന്ന മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ്. ആ ദൈവിക സമാധാനം നിങ്ങളിലും ഇനി ജന്മമെടുക്കട്ടെ.